ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ്ഹെഡ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കാസ്റ്റർ ഓയിലാണ് കേട്ടോ. ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലൊക്കെ ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കാസ്റ്റർ ഓയിൽ. അപ്പോൾ ഡ്രഗായിട്ട് പഠിക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. സോ ഒരുപാട് സിനോണിംസ് ഉണ്ട്, 8 സിനോണിംസ് തന്നിട്ടുണ്ട്. അതിൽ ഒരു പേര് കാസ്റ്റർ ഓയിൽ തന്നെയാണ് കേട്ടോ. സോ റിസിനസ് ഓയിൽ, പാൽമ ക്രിസ്റ്റി ഓയിൽ, കാസ്റ്റോർ ബീൻ ഓയിൽ, അസറ്റെ ഡി റിക്കോണോ അതൊരു സ്പാനിഷ് ടേമാണ്. അരാൻഡി കാറ്റിലി അത് ഹിന്ദി ടേമാണ്. എരാണ്ട തൈല അതൊരു സാൻസ്ക്രിറ്റിൽ നിന്ന് വന്നൊരു നെയിമാണ്. ആൻഡ് കപ്പോക്ക് ഓയിൽ ആൻഡ് കേസ്റ്റർ ഓയിൽ. കാസ്റ്റർ ഓയിൽ അല്ല, കേസ്റ്റർ ഓയിൽ എന്ന് പറയാറുണ്ട്. സോ സ്പെല്ലിംഗ് തെറ്റിച്ച് പറയാറുണ്ട്, ഇത് കോമൺലി പറയുന്നതാണ്. സോ ബേസിക്കലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസിനസ് ഓയിൽ മാത്രമേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്, നമുക്കങ്ങനെ അധികം ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാറില്ല, ഭയങ്കര കുറവാണ്. സോ നമുക്കറിയാം, നെക്സ്റ്റ് അറിയാം കാസ്റ്റർ ഓയിലിനെ പറ്റി നമുക്ക് നോക്കാം. സോ കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഓയിലാണ്. എന്താണ് കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ഓയിലാണ്. അത് നമ്മൾ റിസിനസ് ഓയിൽ എന്നും പറയാറുണ്ട്. സോ ഇത് എങ്ങനെ കിട്ടുക എന്ന് വെച്ചാൽ കോൾഡ് എക്സ്പ്രഷൻ മെത്തേഡ് വഴിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, കാസ്റ്റർ ഓയിൽ കിട്ടുക. സോ എവിടെ നിന്ന് കിട്ടുക, റിസിനസ് കമ്മ്യൂണിസ്. എന്താണ് റിസിനസ് കമ്മ്യൂണിസ്? ഫാമിലി പറയുവാണെങ്കിൽ U4BAC ആണ് ഫാമിലി. സോ എവിടെ നിന്നാണ് കിട്ടുക, റിസിനസ് ഓയിൽ. ഇറ്റ്സ് എ ഫിക്സഡ് ഓയിൽ ഒബ്റ്റെയിൻഡ് ത്രൂ കോൾഡ് എക്സ്പ്രഷൻ ഫ്രം ദ seed of Ricinus communis, a plant belong to U4BAC family. This oil is extensively produced in various tropical and subtropical countries. So നമുക്ക് ഒരുപാട് ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കൽ കൺട്രീസിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് കാണാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. സോ ബയോളജിക്കൽ സോഴ്സ് പറയുവാണെങ്കിൽ ഡിറൈവ്ഡ് ഫ്രം ദി കോൾഡ് എക്സ്പ്രഷൻ ഓഫ് റിസിനസ് കമ്മ്യൂണസ് സീഡ്. എവിടെ നിന്നാണ്, ഫ്രം ദി കോൾഡ് എക്സ്പ്രഷൻ ഓഫ് റിസിനസ് കമ്മ്യൂണസ് സീഡ് ആണ്. ഫാമിലി U4BAC സീഡ് ആണ് കേട്ടോ, മറന്നു പോകരുത്. സോ ജോഗ്രഫിക്കൽ സോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ കൺട്രീസിൽ നിന്നാണ് കിട്ടുക അല്ലേ. സോ കെമിക്കൽ കമ്പോസിഷൻ പറയുവാണെങ്കിൽ കാസ്റ്റർ ഓയിൽ 35 മുതൽ 50% ഓയിലാണ്. നമുക്കറിയാം കാസ്റ്റർ ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 35 മുതൽ 50% ഓയിൽ തന്നെയാണ്. ദ പ്രീഡോമിനന്റ് കമ്പോണന്റ് ഇൻ ദ ട്രൈഗ്ലിസറൈഡ് ഓഫ് റെസിയോഒലിക് ആസിഡ് മേക്സ് അപ് ടു 80% ഓഫ് ഓയിൽ. സോ ഓയിലിൽ 80% ഓയിൽ ആക്കുന്നത് എന്താണ്, ട്രൈഗ്ലിസറൈഡ് ഓഫ് റെസിനോഒലിക് ആസിഡ് ആണ്. Okay, other fatty acid includes isoricomoloic acid, linoleic acid, stearic acid and isostearic acid. So other fatty acids ഏതൊക്കെയാണ്, isorismolic and linoleic and stearic and isostearic acids ആണ്. Additional compounds present are heptaldehyde, അൺഡെക്കോയിക് ആസിഡ് ആൻഡ് സെബേസിക് ആസിഡ്. ഏതൊക്കെയാണ്, ഹെപ്റ്റാൾഡിഹൈഡ് ഉണ്ട്, അൺഡെക്കോണിക് ആസിഡ് ഉണ്ട് ആൻഡ് സെബേസിക് ആസിഡ് ഉണ്ട്. സോ ഇതിനകത്തൊരു ടോക്സിക് പ്രിൻസിപ്പിളും കൂടെ അടങ്ങിയിട്ടുണ്ട്. റിസിൻ എന്നാണ് പേര് കേട്ടോ, റിസിൻ എന്നാണ് പേര്. അതൊരു പ്രോട്ടീനേഷ്യസ് ടോക്സിക് പ്രിൻസിപ്പിളാണ്. സോ കാസ്റ്റർ ഓയിൽ 3% അത് ഉണ്ട് എന്നുള്ളതാണ്. സോ കെമിക്കൽ കമ്പോസിഷൻ ഒന്നും കൂടെ പറയാം. ഫിക്സഡ് നമ്മൾ ഓൾറെഡി അറിയാം, കാസ്റ്റർ ഓയിൽ ഈസ് ഫിക്സഡ് ഓയിൽ നമുക്കറിയാം അല്ലേ. സോ കാസ്റ്റർ ഓയിൽ 35 മുതൽ 50% ഓയിൽ തന്നെയാണ്. അതിലൊരു ട്രൈഗ്ലിസറൈഡ് റിസിനോലിക് ആസിഡ് ഉണ്ട്, അതാണ് 80% ഓയിലാക്കുന്നത്. അതുമാത്രമല്ല ഫാറ്റി ആസിഡ് ഉണ്ട്, ഐസോറിസ്മൊലിക്കും ലിനോലിക്കും സ്റ്റീറിക്കും ഐസോസ്റ്റീറിക് ആസിഡ്സും ഉണ്ട്. സോ ഒരു ടോക്സിക് പ്രിൻസിപ്പിൾ കോൾഡ് റെസിനുമാണ് നമുക്ക് ഉള്ളത് കേട്ടോ. സോ ഇത്രയാണ് കെമിക്കൽ കോമ്പൗണ്ട് പറയാം. ഇനി നമുക്ക് ഓയിലിന്റെ ഡിസ്ക്രിപ്ഷൻ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓയിൽ കണ്ടിട്ടുണ്ട്. എന്ത് കളർ ഉണ്ടാവുക, ചെറിയൊരു യെല്ലോ കളർ ഉണ്ടാവും, അല്ലെങ്കിൽ കളർ ഇല്ലാണ്ട് ഉണ്ടാവും അല്ലേ. സോ മണമാണെങ്കിൽ ചെറിയൊരു ക്യാരക്ടറിസ്റ്റിക് ഓർഡർ, അതായത് നമുക്കൊരു ചെറിയൊരു കുത്തുന്ന വെച്ചാൽ നമുക്ക് ഓക്കെ ആണ്, പക്ഷെ എന്നാൽ തന്നെ ചെറിയൊരു കുത്തുന്നൊരു മണം അല്ലേ. സോ ടേസ്റ്റ് ആണെങ്കിൽ ബ്ലാൻഡ്, അക്രിഡ്, നോസീറ്റിങ്, നമുക്ക് ഛർദ്ദിക്കാനൊക്കെ തോന്നും. ഞാൻ ഒരിക്കൽ കാസ്റ്റർ ഓയിൽ കുടിച്ചിട്ടുണ്ട്, നമുക്ക് നന്നായിട്ട് വൊമിറ്റ് ചെയ്യാൻ തോന്നും കേട്ടോ. സോ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുവാണെങ്കിൽ വിസ്കസ് ആണ്, ഭയങ്കര കട്ടിയുള്ളതാണ് കേട്ടോ. മറ്റുള്ള ഓയിലിനെ പോലെയല്ല, ഭയങ്കര കട്ടിയുള്ള ഓയിലാണ്, ട്രാൻസ്പെറൻറ്റും ആണ്. സോ ഡിസ്ക്രിപ്ഷൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. സോ മിക്സ് വിത്ത് ഹാഫ് ദ വോളിയം ഓഫ് പെട്രോളിയം ഈതർ ബട്ട് ഇൻസോലബിൾ ഇൻ ദ ഡബിൾ ദ വോളിയം. സോ നമ്മൾ പകുതി വോളിയം പെട്രോളിയം ഈതർ ആഡ് ചെയ്തതിന് ശേഷം അതിന് ഡബിൾ നമ്മൾ വീണ്ടും ഒഴിക്കുകയാണെങ്കിൽ ഇൻസോലബിളായി മാറും എന്നുള്ളതാണ്. സോ എന്ത് ചെയ്യുക, മിക്സസ് വിത്ത് ഹാഫ് ദ വോളിയം ഓഫ് പെട്രോളിയം ഈതർ. സോ നമ്മൾ പകുതി പെട്രോളിയം ഈതർ ഓയിലിൽ ചേർക്കുകയാണെങ്കിൽ എന്ത് മിക്സ് ആകും, പക്ഷേ ഡബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻസോലബിൾ ആയിരിക്കും.
വെൻ കമ്പൈൻഡ് വിത്ത് ആൻ ഈക്വൽ വോളിയം ഓഫ് ഈതർ, അതായത് ഇപ്പോൾ 1 ml കാസ്റ്റർ ഓയിൽ എടുത്തു എന്നാൽ 1 ml എത്തനോൾ എടുത്തു കഴിഞ്ഞാൽ എ ക്ലിയർ ലിക്വിഡ് ഈസ് ഒബ്റ്റൈൻഡ്, ഒരു ക്ലിയർ ലിക്വിഡ് നമുക്ക് കിട്ടും. ഇനി കൂളിംഗ് അറ്റ് 0°C ഫോർ 3 hours മെയിൻറ്റെയിൻ ക്ലാരിറ്റി. സോ നമ്മൾ 3 hour നമ്മൾ കൂടുതൽ വീണ്ടും 0°C നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ക്ലാരിറ്റി കിട്ടും. ഡിസ്റ്റിങ്ക്വിഷ് ഇറ്റ് ഫ്രം അതർ ഫിക്സഡ് ഓയിൽ. മറ്റുള്ള ഫിക്സഡ് ഓയിൽ നമുക്ക് എന്ത് കിട്ടില്ല? ഒരു ക്ലാരിറ്റി കിട്ടില്ല. പക്ഷേ കാസ്റ്റർ ഓയിൽ ആണെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും എന്നാണ് പറയുന്നത്. സോ വിസ്കോസിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ വിസ്കോസിറ്റിക്ക് ഒരു റേറ്റ് ഉണ്ട്, 6 to 8 poise ആണ്. എത്രയാണ്? 6 to 8 poise ആണ്. സോ ഇത് ഒരു വിസ്കോസിറ്റി കിട്ടാനുള്ള കാരണം റിസിനോയിലിക് ആസിഡ് കാരണമാണ്. സോ ഇതിൻ്റെ ഏറ്റവും ഒരു കാരണം റിസിനോയിലിക് ആസിഡ് ആണ്. സോ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ഒന്നും കൂടെ പറയാം. നമ്മൾ ഈക്വൽ എമൗണ്ട് എടുത്തിട്ട് ഹാഫ് വോളിയം പെട്രോളിയം ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ മിക്സ് ആവുകയും പിന്നെ ഡബിൾ വോളിയം ചേർക്കുകയാണെങ്കിൽ ഇൻസോലബിൾ ആവുകയും ചെയ്യുന്നു. രണ്ടാമത് ഈക്വൽ വോളിയം എത്തനോൾ ആഡ് ചെയ്യുന്നു, ക്ലിയർ ആകുന്നു. 0°C വെച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് മറ്റുള്ള ഫിക്സഡ് ഓയിലുമായി ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടെസ്റ്റും കൂടെയാണ്. വിസ്കോസിറ്റി 6 to 8 poise ആണ് വരുന്നത്. സോ യൂസ് പറയുവാണെങ്കിൽ കതറാറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. സോ അത് റിസിനോയിലിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ്. സോ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ പറയുവാണെങ്കിൽ പെയിൻറ്റുകളിൽ, ഇനാമലുകളിൽ, ഗ്രീസ്, പോളിഷ്, പെയിൻറ്റ് ഇങ്കുകൾ, ബ്രേക്ക് സ്പിരിറ്റിലൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. മെഡിസിൻ യൂസാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇതൊരു അബോർട്ടിഫിഷ്യൻ പേസ്റ്റുകളിൽ ഉപയോഗിക്കാറുണ്ട്. എന്താണ്? അബോർട്ടിഫിഷ്യൻ പേസ്റ്റുകളിൽ ഉപയോഗിക്കാറുണ്ട്, അതായത് അബോർഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പേസ്റ്റുകളിൽ. സോ റിസിനോയിലിക് ആസിഡ് ഫൈൻഡ് ആപ്ലിക്കേഷൻ ഇൻ കോൺട്രാസെപ്റ്റീവ് ക്രീംസ് ആൻഡ് ജെല്ലി. സോ കോൺട്രാസെപ്റ്റീവ് ക്രീമുകളിലും ജെല്ലീസുകളിലും റിസിനോയിലിക് ആസിഡുകൾ എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിച്ച് കാണാറുണ്ട്. സോ കോസ്മെറ്റിക് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇമോലിയൻ്റ് ആയിട്ട് ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഹെയർസിൽ എന്താണ് ഹെയർ ഫിക്സേഴ്സിലും അല്ലെങ്കിൽ ഹെയർ ഫിക്സേഷൻ ജെല്ലുകളുണ്ട്. സോ അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ കാസ്റ്റർ ഓയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്, ഹെയർ ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടി ജെല്ല് പോലെയൊക്കെ കേട്ടോ. അതുമാത്രമല്ല ടൂത്ത് പേസ്റ്റ് പ്രിപ്പറേഷനുകളിൽ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ കേസ്റ്റർ കേക്ക്, അതായത് കേസ്റ്റർ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാസ്റ്റർ ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്കി വരുന്ന ആ ഒരു അരയ്ക്കുമല്ലോ, ഈ ഫിക്സഡ് ഓയിൽ ചെയ്യുന്ന സമയത്ത് അതിനെ അരക്കി മിക്സ് ചെയ്യുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതിനാണ് നമ്മൾ കാസ്റ്റർ കേക്ക് എന്ന് പറയുക. അതൊരു എൻസൈം ലിപ്പേസിൻ്റെ സോഴ്സാണ്. എന്താണ്? എൻസൈം ലിപ്പേസിൻ്റെ സോഴ്സാണ്. അതിൽ കാസ്റ്റർ ഓയിൽ ഉണ്ടായിരിക്കും, എന്നാൽ മോർ ദാൻ എന്തുണ്ടായിരിക്കും? ഈ കാസ്റ്റർ ഓയിലിൻ്റെ സീഡിൻ്റെ കണ്ടന്റായിരിക്കും കൂടുതൽ ഉണ്ടാവുക കേട്ടോ. സോ കാസ്റ്റർ ഓയിൽസ് വേഴ്സാലിറ്റി ഇറ്റ് എവിഡന്റ് അക്രോസ് മെഡിസിൻ, ഇൻഡസ്ട്രിയൽ, കോസ്മെറ്റിക് ഡൊമൈൻ, അണ്ടർലൈങ് ഇറ്റ് സിഗ്നിഫിക്കൻറ്റ് ഇൻ വേരിയസ് ആപ്ലിക്കേഷൻ. അതായത് കാസ്റ്റർ ഓയിലിന് ഒരുപാട് യൂസ് ഉണ്ട്. ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്, മെഡിസിൻ യൂസ് ചെയ്യാറുണ്ട്, കോസ്മെറ്റിക്കലി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് യൂസുകൾ കാസ്റ്റർ ഓയിലിന് വരാറുണ്ട്. സോ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഭയങ്കര ഒരു സിമ്പിൾ ഡ്രഗ് ആണ്, നന്നായിട്ട് പഠിക്കുക. സോ നെക്സ്റ്റ് കാണാം. ബൈ ദ ബൈ.